ദജ്ജാൽ എന്ന വ്യക്തിയെ മനസ്സിലാക്കിയ പോരാ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇലാഹിയായ ഒരു പ്രൊട്ടക്ഷൻ നിനക്കുണ്ടാവണം. അല്ലാതെ നീ മുഴുവൻ മനപ്പാടാക്കിയാലും ദജ്ജാലിൽ നിനക്ക് പ്രൊട്ടക്ഷൻ ഒരിക്കലും ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാകുന്ന ഹാഫിദുൽ ഖുർആൻ പ്രൊട്ടക്റ്റഡായ വ്യക്തിയാണെന്ന് ഖുർആൻ ഹദീസ് പറഞ്ഞിട്ടില്ലല്ലോ. എന്താ ഈ 10 ആയത്ത് 6000 ചില്ലാനായത്ത് മനപ്പാടാക്കിയാലും ദജ്ജാലിന് രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ ദജ്ജാലിന് രക്ഷപ്പെടാം, നീ മുത്തബിഉ സിക്റായിരിക്കണം. അതാണ് നമ്മുടെ കഴിഞ്ഞ പ്രഭാഷണത്തിന്റെ സോൾ. അതാണ് ദിക്റല്ല, ദിക്റിന്റെ ഇത്തിബാ. ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ്. ദജ്ജാലിന്റെ കാലം വന്നിട്ടില്ല എന്ന് വിചാരിക്കരുത്. ഈ ക്ലാസ്സിന് നിങ്ങൾ കേറിയിരിക്കും. ദജ്ജാലിന്റെ കാലം വന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. ദജ്ജാലിന്റെ കാലം വന്നു കഴിഞ്ഞു. നിലവിൽ ആരുടെ കാലമാണ്? ദജ്ജാലിന്റെ കാലം. നമ്മൾ ന്യൂട്ടോണിയൻ ഏജ്, ഐൻസ്റ്റീനിയൻ ഏജ് എന്നൊക്കെ പറയുമല്ലോ, മനസ്സിലായില്ല? അങ്ങനെ നമ്മൾ പറയും വിക്ടോറിയൻ ഏജ് എന്നൊക്കെ നമ്മൾ, അതൊരു എറ എന്ന ഉപയോഗിക്കുന്ന ഒരു എറ എന്ന അർത്ഥമാണ് ഞാനതിന് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അർത്ഥം ന്യൂട്ടോണിയൻ ഏജ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ജീവിച്ച ഏജ് എന്നല്ല, ന്യൂട്ടൻ്റെ കണ്ടുപിടുത്തത്തിന് സ്വാധീനമുള്ള ഒരു കാലഘട്ടം. മനസ്സിലാണ്ട് പറഞ്ഞത് ന്യൂട്ടോണിയൻ ഏജ് എന്ന് പറഞ്ഞതുപോലെ ഒരു കാലം, ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അത് ഏത് എറയാണ്? ദജ്ജാലിയൻ എറയാണ്, ദജ്ജാലിയൻ കാലാണ്. അതിനെ മറികടക്കാൻ നമുക്കോട്ട് കഴിയൂം ഇല്ല. ഇനിയിപ്പോൾ അതിനെ മറികടക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല, കഴിയൂല, ഒരിക്കലും കഴിയില്ല. നിങ്ങൾക്കതിന് നിങ്ങളുടെ ഊണിലും ഉറക്കത്തിലും നിങ്ങളുടെ എല്ലാത്തിലും അതിൻ്റെ സ്വാധീനമുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല ഒരിക്കലും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സത്താൻ്റെ നവലോകക്രമം എന്ന പുസ്തകം ദജ്ജാലിയൻ യുഗം പിറന്നിരിക്കുന്നു എന്ന് ബോധമുള്ളവർക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ്. ഇതിന് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ നിങ്ങളുടേതല്ല, നിങ്ങൾ പടിഞ്ഞാറിൻ്റേതാണ്. നിങ്ങൾ നിങ്ങളുടേതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഒരധികാരവും ഇപ്പോഴില്ല. നിങ്ങളുടെ മേൽ എല്ലാവരുടെ മേലും അധികാരം ആർക്കാണ്? പടിഞ്ഞാറിന്. അതാണ് റൈസ് ഓഫ് വെസ്റ്റേണിസം എന്ന് പറയുക. അതാണ് പടിഞ്ഞാറിൻ്റെ സൂര്യോദയം. പടിഞ്ഞാറിൻ്റെ സൂര്യോദയത്തിന് 2 ഘട്ടങ്ങളുണ്ട്. മനസ്സിലാവുണ്ട് പറഞ്ഞു. കിഴക്കിനെ അധികാരം കൊണ്ട് കീഴടക്കിയത് 1502 അതിൽ നമ്മൾ ആദ്യത്തെ ഇരയാണ്. കിഴക്കിനെ പടിഞ്ഞാറ് കീഴടക്കുന്ന, മനസ്സിലായില്ല, ആദ്യത്തെ ഇരയാണ് നമ്മൾ. കിഴക്കിനെ പടിഞ്ഞാറ് ആയുധം കൊണ്ട് കീഴടക്കി 1502 ആദ്യത്തെ ഇര കേരളീയരാണ്. പിന്നെ പടിഞ്ഞാറിൻ്റെ ഉദയാണ്. അതാണ് മഗ്രിബിഹ, അതാണ് അതിൻ്റെ 1-ാം ഭാഗം. ഇനി ഫിസിക്കലി ഒരു ഉദയമുണ്ടാവും. പക്ഷെ ഇപ്പോൾ തന്നെ ആരുദിച്ച് നിൽക്കുകയാണ്? പടിഞ്ഞാറ് ഉദിച്ച് നിൽക്കുകയാണ്. പടിഞ്ഞാറിന് കിഴക്കിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയൂല. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം, ഗൗരവമായി ചിന്തിക്കണം. എല്ലാം അതിനനുസരിച്ചല്ലേ. എല്ലാം പടിഞ്ഞാറിൻ്റെ ഉദയാണ്. പടിഞ്ഞാറിൻ്റെ ഉദയം എല്ലാം പടിഞ്ഞാറാണ്. പടിഞ്ഞാറുമായി ബന്ധപ്പെട്ടതല്ലാത്തൊരു കാര്യമില്ല, ഒന്നുമില്ല. പടിഞ്ഞാറ് നടത്തിക്കൊണ്ടിരിക്കുന്നതോ ചതിയാണ്. അത് ചതിയാണെന്ന് പോലും മനസ്സിലാവില്ല. എല്ലാം ചതിയാണ്, എല്ലാം. ഇന്നിപ്പോൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? നാടകം മാത്രമാണ്, തനി നാടകമാണിത്. അതിൻ്റെ തിരക്കഥ എന്നോ എഴുതി കഴിഞ്ഞു. ഇന്ന് രംഗവേദിയിൽ ആടുകയാണ്. ഇത് നാടകമാണ്. ഇപ്പോൾ നടക്കുന്ന നാടകമാണ്. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ഒരു നാടകമാണ്. അതിൻ്റെ തിരക്കഥ എന്നോ എഴുതി കഴിഞ്ഞു. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും നാടകമാണ്.
ഇതൊക്കെ നാടകമാണ് കുട്ടികളെ. ഞാൻ ഒരു വേൾഡ് കപ്പും കണ്ടിട്ടില്ല കേട്ടോ, മനസ്സിലായില്ല. ഞാനൊരു വേൾഡ് കപ്പും കണ്ടിട്ടില്ല. പക്ഷെ എനിക്കറിയാം നാടകമാണ് ഈ പുസ്തകത്തിലുണ്ട്. എല്ലാ വിനോദങ്ങളും നാടകമാണ്, എല്ലാ കളികളും. ഒരു മത്സരവും ഇല്ല തന്നെ. മത്സരം അവസാനിച്ചിട്ട് നൂറ്റാണ്ടുകളായി. നാടകത്തിൻ്റെ നടനങ്ങളാണ് ഇതൊക്കെ. എല്ലാം നാടകമാണ്. പടിഞ്ഞാറ് നമ്മുടെ മേൽ ചെലുത്തിയ സ്വാധീനമാണത്. ഇനി കേൾക്കണമൊന്നും ചെയ്യാനോട് കഴിയില്ല. ഇതിനാണ് ദജ്ജാലിസ് എന്ന് പറയാം. ഇത് ബാത്തിലാണ്. അയാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായി കാണിക്കുക. യുസദ്ദഖുൽ കാദിബു വയുകദ്ദിബു സ്വാദിഖു. മനസ്സിലാവേണ്ട പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുക. ലോകത്തെ ഏറ്റവും ഇറക്കുമതി കൂടിയ രാജ്യം, കയറ്റുമതി കുറഞ്ഞ രാജ്യം ഏതാണ്? ലോകത്തെ ഏറ്റവും കയറ്റുമതി കുറഞ്ഞ രാജ്യങ്ങളിൽപ്പെട്ടതാണ് അമേരിക്ക. ഇറക്കുമതി മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് വസ്തുവകകൾ ഇറക്കുമതി ചെയ്യേണ്ട രാഷ്ട്രമാണ് ഏത്? അമേരിക്ക. അമേരിക്കയിൽ ഇറക്കുമതി കൂടുതലും കയറ്റുമതി കുറവാണ്. എന്നിട്ട് ലോകത്ത് അങ്ങനെയാകുമ്പോൾ ഇപ്പം എക്കണോമിക്കലി ആ രാജ്യം താഴെ പോകേണ്ടത്. ലോകത്തെ ഏറ്റവും ഇറക്കുമതി കുറവും കയറ്റുമതി കൂടുതലുമുള്ള രാജ്യങ്ങളിൽ ഒന്ന് ബംഗ്ലാദേശാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾ കയറ്റുമതി കൂടുതലും ഇറക്കുമതി കുറവുമാണ്. അമേരിക്ക കയറ്റുമതി കുറവും ഇറക്കുമതി കൂടുതൽ. അപ്പോൾ ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളായിരിക്കണമല്ലോ. ബംഗ്ലാദേശ് പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങളായിരിക്കണമല്ലോ. എന്നാൽ ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങൾ ഈ രാജ്യങ്ങളാണ്. നമുക്കൊരിക്കലും ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇതെന്താ കാരണം? ഇത് ചതിയാണ്. എക്കണോമിക് സിസ്റ്റത്തിൽ സംഭവിച്ചൊരു ചതിയാണ്. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കിഴക്കന്മാർക്ക് നിലവിൽ ഇല്ല. ഇത് ചതിയാണ്, വൻ ചതി. അതെന്താ? അത് പറയാലോ. നിന്റെ വീട്ടിൽ നിന്ന് സാധാരണ നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് നിങ്ങളെ വളപ്പിലുണ്ട്. നിങ്ങളെ ആവശ്യം കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനും ഉണ്ടെങ്കിൽ ആ നാട്ടിലെ ഏറ്റവും സമ്പന്ന കുടുംബം നിങ്ങളായിരിക്കുമല്ലോ, ആവണമല്ലോ. അതല്ലേ അതിൻ്റെ സിസ്റ്റം. അതേ സമയത്ത് നിങ്ങൾക്ക് പുറത്തേക്ക് വിൽക്കാൻ സാധനം വളരെ കുറവാണ്. എന്നാൽ എല്ലാ സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങേണ്ടതാണെങ്കിൽ നിങ്ങൾ ദരിദ്രന്മാരാവണമല്ലോ. പക്ഷെ ലോകത്ത് നേരെ എതിരാണ്. എന്താണ് കാരണം? വെസ്റ്റേണിസത്തിൻ്റെ ചതി. അതിൽ വിധേയർ മാത്രമാണ് കിഴക്കന്മാർ. ഇതെന്താണ്? ഇതിൻ്റെ അർത്ഥം എന്താണ്? ചതി, ഭൂലോക ചതി, എല്ലാം ചതി. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഒഴിഞ്ഞിരുന്ന ഒരാഴ്ച ലീവ് എടുത്താലും വേണ്ടില്ല ഈ പുസ്തകം വായിക്കണം. അത് വായിച്ചേ മതിയാവും. സാത്താൻ്റെ നവലോകക്രമം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. വായിച്ചേ മതിയാവും, വായിക്കണം. വളരെ ഒതന്റിക്കായ വിവരങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. നൈക്കഡ് ബീച്ചിനെ കുറിച്ചൊക്കെ ഉണ്ട്. അതെല്ലാം ഉണ്ട്. നിങ്ങളതിൻ്റെ ഫിക്കും ചർത്തും പറഞ്ഞു നിന്നോട് പറയരുത്. എന്തുകൊണ്ട്? അതിനൊക്കെ ഞാൻ നിർബന്ധിതനാണ്. മനസ്സിലായില്ല? നൈക്കഡായ ആളുകൾ, വളരെ നൈക്കഡായ ആളുകൾ ജീവിക്കുന്നതിൻ്റെ വിദൂരമായ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അടുത്തുള്ള ഫോട്ടോ അല്ല. മനസ്സിലാവേണ്ട പറഞ്ഞത്. എന്തിനാ കൊടുത്തത്? അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഫോട്ടോയിൽ ഒരു നാവുണ്ട്. ആ നാവ് 1000 കരുത്താണ് നാവിന്. അതുകൊണ്ടാണ് ഞാൻ തിരുദൂതർ നിയോഗം എന്ന പുസ്തകത്തിലും ഈ എന്താ പറയുക എല്ലാ പുസ്തകത്തിലും ഫോട്ടോസ് കൊടുത്ത്. സത്യം പറഞ്ഞാൽ വലിയ ചിലവാണ് ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കാൻ. ചില ആളുകൾ എന്നോട് പറഞ്ഞു, എന്തിനാ അങ്ങനെ ഫോട്ടോസ് കൊടുത്തത്? അതെന്ന് എനിക്കറിയാം ചിലവാണ്. ഇതിന് വലിയ ചിലവാണ്, ലാഭം കുറവാണ്, ചിലവ് കൂടുതലാണ്. പുസ്തകങ്ങൾക്ക് പൊതുവെ 200 രൂപ 300 രൂപയൊക്കെ വെക്കുന്ന പുസ്തകത്തിന് ആകെ അതിനുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 30 രൂപ 40 രൂപ ആയിരിക്കും. 300 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പുസ്തകത്തിന് പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ടാവുക 30 രൂപ 40 രൂപ ആയിരിക്കും. ഇതങ്ങനെയല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 40% 50% അവർക്ക് ബുക്ക് സ്റ്റാളിന് ലാഭം കൊടുത്താലും പ്രശ്നമില്ല. മനസ്സിലാവേണ്ട പറഞ്ഞത്. എനിക്കത് പറ്റൂല.
അതുകൊണ്ട് ഞാൻ ബുക്ക് സ്റ്റാളിൽ വെച്ച പുസ്തകങ്ങൾ മുഴുവൻ എടുത്തു. അപ്പോൾ ആര് വേണമെങ്കിലും വന്ന് വാങ്ങണം. എന്തുകൊണ്ട്? ഇത് ലാഭത്തിന് ഓടുന്ന പുസ്തകമല്ല. അപ്പോൾ ഇത് നിങ്ങൾ ചിന്തിക്കണം. ഇതിനൊക്കെ എന്തിനാ ഇതൊക്കെ പറഞ്ഞു തരുന്നത് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം, കാര്യങ്ങളെ മനസ്സിലാക്കി. ഇത് ജാതിയില്ല, മതമില്ല, ആർക്കും മനസ്സിലാക്കാം. അതേ തന്നെയാണ് തിരുദൂതർ നിയോഗം എന്ന പുസ്തകം. അതിൽ ജാതി മതം നോക്കാതെ പുസ്തകം വായിക്കണം. ജാതി മതം നോക്കാതെ തിരുദൂതർ നിയോഗം എന്ന പുസ്തകം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് എന്താണ്? കിഴക്കിൻ്റെ പ്രതിരോധം ആർക്കെതിരെ? പടിഞ്ഞാറിനെതിരെ. അതാണ് തിരുദൂതർ നിയോഗം എന്ന്. സോഷ്യലി എവിടെയാണ് മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ പ്ലേസ്? മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ പ്ലേസ് എവിടെ? ഈ മനുഷ്യൻ എവിടെ? കിഴക്കിൻ്റെ പ്രതിരോധത്തിൻ്റെ അവസാനത്തെ ഉദാഹരണവും ഏറ്റവും ഉദാത്തമായ ഉദാഹരണവുമാണ് ആര്? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ പുസ്തകം, അത് തിരുദൂതർ നിയോഗം എന്ന പുസ്തകം വായിച്ചാലേ മനസ്സിലാവൂ. അത് വായിച്ചിരിക്കണം. അത് ഒരു വട്ടവും രണ്ടോട്ടവും വായിച്ചാൽ പോരാ, വീണ്ടും 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 വായിക്കണം. ഒരാഴ്ചയിൽ ഒരു 10 പേജെങ്കിലും വീണ്ടും വായിക്കണം. അടുത്ത ആഴ്ച അതിൻ്റെ ബാക്കി വായിക്കണം. നിങ്ങൾ ഒരാഴ്ച പുസ്തകം മുഴുവനും 1-2 ആവർത്തി വായിച്ചാൽ പോലും നിങ്ങൾ വീണ്ടും ഈ പുസ്തകം വായിക്കണം. വീണ്ടും വായിക്കണം. തിരുദൂതർ നിയോഗം എന്ന പുസ്തകം വായിക്കണം. കാരണം എവിടെയാണ് മുഹമ്മദ് എന്ന മനുഷ്യൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോഴാണ് ഈ മനുഷ്യൻ റഹ്മത്തുൽ ലിൽ ആലമീനാവുക, മുഹമ്മദ് മുസ്തഫ. അത് മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് അതൊരു തൗഫീഖാണ്. ആ പുസ്തകം ഒരു തൗഫീഖാണ്. ആ പുസ്തകം അങ്ങനെ ആയിരുന്നില്ല എഴുതിയിരുന്നത്, പിന്നീട് ഉടച്ചു വാർത്താണ്. ആ പുസ്തകത്തിൽ മുഹമ്മദ് എന്ന പേര് പറയുന്നത് പോലും ആകെ 300 ചില്ലർ പേജ്, പകുതി പേജ് കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് എന്ന പേര് പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ ആവശ്യമായി വന്നു? എവിടെയാണ് ഈ മനുഷ്യൻ്റെ പ്ലേസ്? എവിടെയാണ്? അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കണം. ഞാനിത് ഈ 10 ആയത്ത് വിശദീകരിക്കുക എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ചിന്തിക്കണം. അത് നിങ്ങൾ ചെറിയ ചിന്ത മതിയാവൂല, വളരെ ചിന്തിക്കണം. ദജ്ജാലിയൻ യുഗം പിറന്നിട്ട് 100 നൂറ്റാണ്ടിലേറെയായി. ഇപ്പോൾ അതിൻ്റെ പീക്ക് ടൈമാണ്. ഇനി എവിടെ എത്തുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതിൻ്റെ പ്രൊഡക്റ്റ് മനസ്സിലായില്ല. അതൊന്നും എവിടെയെന്നുള്ളത് പ്രഡിക്ഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയൂല. പക്ഷെ ദജ്ജാലിൻ്റെ യുഗം പിറന്നിട്ട് 1.25 നൂറ്റാണ്ടിലേറെ കഴിഞ്ഞു എന്ന കാര്യത്തിൽ തർക്കമില്ല. സയനിസ്റ്റുകൾ ലോകത്ത് ഏത് കാലത്തുണ്ട്. പക്ഷെ അവർക്ക് സയനിസ്റ്റുകൾ എന്ന പേരിൽ ഒരു അസോസിയേഷൻ വന്നില്ല. എന്തുകൊണ്ട്? ലോകത്ത് അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായില്ല. ദജ്ജാലിൻ്റെ കാലം പിറന്നപ്പോഴത്തിന് അത് വന്നു. ആദ്യം വന്നു 1897 ഓഗസ്റ്റ് മാസത്തിൽ സയനിസം ഉണ്ടായി. അത് കഴിഞ്ഞ് 9 കൊല്ലമായപ്പോഴത്തിന് തിയഡോർ ഹഡ്സൺ മരിച്ചുപോയി. തിയഡോർ ഹഡ്സൺ അതിനുശേഷം 1904 അബ്ദുൽ ഹമീദ് രണ്ടാമനെ കണ്ട് നിങ്ങൾ ആ ഭൂമി വിൽക്കുമോ എന്ന് ചോദിച്ചു. അന്ന് ഉസ്മാനിയ ഖിലാഫത്ത് തകർന്ന് കടക്കടിയിൽപ്പെട്ടിരിക്കുകയാണ്. എല്ലാ കടവും വീട്ടിൽ തരാം, ലോകാവസാനം വരെ ഈ അധികാര കുടുംബത്തിന് നിലനിൽക്കാനുള്ള സമ്പത്തും തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുൽ ഹമീദ് രണ്ടാമൻ തിയഡോർ ഹഡ്സലിനോട് പറഞ്ഞു, എന്ത്? ഒന്ന്, എനിക്കത് വിൽക്കാനുള്ള അധികാരമില്ല, അതെൻ്റെതല്ല, ഇത് പടച്ച തമ്പുരാൻ്റെ ഭൂമിയാണ്. അത് വിൽക്കാനുള്ള അധികാരം, പ്രത്യേകിച്ച് പടിഞ്ഞാറുകാരായ നിങ്ങൾക്ക് ആ ഭൂമി വിൽക്കാൻ യാതൊരു അവകാശവും അധികാരവും എനിക്ക് ഇല്ല. അത് കിഴക്കിൻ്റെ ഭൂമിയാണ്. ഒന്ന്, പണം ആവശ്യമില്ലേ? ഉണ്ട്. പക്ഷെ എനിക്ക് അധികാരമില്ലാത്ത ഒന്നിനെ വിൽക്കാൻ ഞാൻ ആളല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിറ്റ് എൻ്റെ കടം വീട്ടാം, പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ പറയാൻ എനിക്ക് വാക്കുകൾ ഉണ്ടാകൂല. 2, നിങ്ങൾ ആ പണം കൈവശം വെച്ചോളൂ. കുറച്ച് കഴിയുമ്പോൾ കിഴക്കന്മാർ വരെ തന്നെ അത് നിങ്ങൾക്ക് വിൽക്കും. ഈ പണം നിങ്ങൾക്ക് ലാഭമായിരിക്കും. ഈ നൂറ്റാണ്ടിൽ അത് സംഭവിച്ചിരിക്കും. ആര് പറഞ്ഞു? അബ്ദുൽ ഹമീദ് രണ്ടാമൻ പറഞ്ഞു തിയഡോർ ഹഡ്സലിനോട്. അങ്ങനെ തന്നെ സംഭവിച്ചു. നമുക്ക് പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്കുക. ഇതൊക്കെ ലോകത്ത് നടന്ന സത്യങ്ങളാണ്.
അപ്പൊ ദജ്ജാലിനെ മനസ്സിലാക്കണമെങ്കിൽ പടിഞ്ഞാറിന്റെ ചതി മനസ്സിലാകാത്ത ആളുകൾക്ക് ദജ്ജാലിനെ മനസ്സിലാക്കാൻ കഴിയൂല. ദജ്ജാൽ എന്നാൽ പടിഞ്ഞാറിസത്തിന്റെ വെസ്റ്റേണിസത്തിന്റെ പട്ടിൽ പൊതിഞ്ഞു കൊണ്ട് നടക്കുന്ന അവരുടെ സൂക്ഷിപ്പ് മുതലാണ് ആര്? ദജ്ജാൽ. ഇത് മനസ്സിലാക്കാൻ നമ്മൾ ചിന്തിക്കണം. ദജ്ജാൽ എന്ന വ്യക്തിയെ മനസ്സിലാക്കിയ പോരാ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇലാഹിയായ ഒരു പ്രൊട്ടക്ഷൻ നിനക്കുണ്ടാവണം. അല്ലാതെ നീ ഖുർആൻ മുഴുവൻ മനപ്പാടാക്കിയാലും ദജ്ജാലിൽ നിനക്ക് പ്രൊട്ടക്ഷൻ ഒരിക്കലും ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാകുന്ന ഹാഫിദുൽ ഖുർആൻ പ്രൊട്ടക്റ്റഡായ വ്യക്തിയാണെന്ന് ഖുർആൻ ഹദീസ് പറഞ്ഞിട്ടില്ലല്ലോ. എന്താ ഈ 10 ആയത്ത് 6000 ചില്ലാനായത്ത് മനപ്പാടാക്കിയാലും ദജ്ജാലിന് രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ ദജ്ജാലിന് രക്ഷപ്പെടാൻ നീ മുത്തബിഉ സിക്റായിരിക്കണം. അതാണ് നമ്മുടെ കഴിഞ്ഞ പ്രഭാഷണത്തിന്റെ സോൾ. അതാണ് ദിക്റല്ല, ദിക്റിന്റെ ഇത്തിബാഅ്. ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ്. അതിന്റെ ബൈ പ്രൊഡക്റ്റാ. ഏതിന്റെ? ഇത്തിബാഉ ദിക്റിന്റെ ബൈ പ്രൊഡക്റ്റാണ് വഖശിയ റഹ്മാന ബിൽ ഗൈബ്. ആരും കണ്ടില്ലെങ്കിലും റഹ്മാനായ റബ്ബിനെ ഭയപ്പെടാൻ കഴിയുക. മനസ്സിലായില്ലേ? അതിന്റെ ബൈ പ്രൊഡക്റ്റ് ഉണ്ട്. അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണത്. ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ. ഇതെല്ലാ ദിവസവും നമ്മളെ കൊണ്ട് ഓതിപ്പിക്കുക പഠിച്ചോ. സുന്നത്തായതാണ്. രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ സംരക്ഷണ, വൈകുന്നേരം ഓതിയാൽ രാവിലെ വരെ സംരക്ഷണ. ഏത്? സൂറത്ത് യാസീൻ. ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബൻ വഖൽബുൽ ഖുർആനി സൂറത്ത് യാസീൻ. ഇതൊക്കെ എത്ര മഹാന്മാര് പറഞ്ഞ ലോകത്തിന് പഠിപ്പിച്ച സത്യങ്ങളാണ്. മനസ്സിലാവേണ്ട പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ. അമ്പിയാക്കളൊക്കെ ഇൻദാർ ചെയ്തിട്ടുണ്ട്. ആരെ കുറിച്ച്? ദജ്ജാലിനെ കുറിച്ച്. ഇൻദാർ എന്നാൽ ഭയപ്പെടുത്തി പേടിപ്പിക്കുക. ഈ ഭയപ്പാട് ഉപകരിക്കുന്നത് ആർക്കാണ്? ഈ ഭയപ്പാടിൽ ഉപകരിക്കും. എന്തുകൊണ്ട്? അവർക്ക് അല്ലാഹു തആല സംരക്ഷണം. ഒരു ഭയപ്പെടുത്തി കൊടുത്താൽ ആ ഭയപ്പാട് ഉപകരിക്കണ്ടേ? അതാരാണ്? ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ. അപ്പോൾ അയാളിൽ എന്തുണ്ടാവും? വഖശിയ റഹ്മാന ബിൽ ഗൈബ് ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ വാക്ക് അൽഹംദുലില്ലാഹ്. ഇതാരുടെ വാക്കാണ്? ഇത് മുഹമ്മദിന്റെ വാക്കാണ്. ലോകത്താദ്യമായി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ മുഹമ്മദാണ്. അപ്പൊ ആ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ഒരു ബോർഡ് ഉണ്ടെങ്കിൽ കൊണ്ടുവരും കുട്ടികളെ. ഒരു ബോർഡ് ഉണ്ടെങ്കിൽ ബോർഡും ചോക്കും കൊണ്ടുവരും. ഇനി വൈറ്റ് ബോർഡാണെങ്കിൽ അതിൻ്റെ അതും കൊണ്ടുവരും. ഏതെങ്കിലും പറയും എന്ന് സഹായിക്കും. പെട്ടെന്ന് ഒരു ബോർഡ് കൊണ്ടുവരും, വേഗം കൊണ്ടുവരും ഒരു ബോർഡ്. വളരെ ചിന്തിക്കും. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒന്നുകൂടി കേൾക്കി. എന്താ പറ? അൽഹംദുലില്ലാഹ്. അപ്പൊ ഈ 10 ആയത്തിൽ ആദ്യത്തെ വാക്കാണ് എന്ത്? ഇത് ആരുടെ വാക്കാണ്? മുഹമ്മദ് മുസ്തഫാന്റെ വാക്കാണ്. അവ്വലു മൻ തലഫ്ഫള ബിഹാ മുഹമ്മദ് വ അക്സറു മൻ തലഫ്ഫള ബിഹാ മുഹമ്മദ്. ലോകത്തിൽ ആദ്യമായി ഉച്ചരിച്ച ആൾ മുഹമ്മദ്, ലോകത്തിൽ ഏറ്റവും ഉച്ചരിച്ച ആളും മുഹമ്മദ്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ വാക്ക്? മനസ്സിലായില്ലേ? ലാ തസ്തതിഉ അൻത മിസ്ല മാ തലഫ്ഫള ബിഹാ മുഹമ്മദ്. മുഹമ്മദ് എന്ന ആൾ ഉച്ചരിച്ചതുപോലെ ഇത് ഉച്ചരിക്കാൻ നിനക്കോട്ട് കഴിയില്ല. അപ്പൊ എന്താ സന്ദേശം? നീ എന്ത് ചെയ്യണം? ഇത്തിബാഉ മുഹമ്മദ് ഫി അഖ്വാലിഹി വ അഫ്ആലിഹി വ തഖ്രീറാതിഹി. ഇത്തിബാഅൻ താമ്മൻ, പൂർണ്ണമായി ആ മനുഷ്യനെ പിൻപറ്റുക. മനസ്സിലാവണം, വളരെ ചിന്തിക്കണം. ലോകത്താദ്യമായി ഈ വാക്ക് പറഞ്ഞ ആൾ ആര്? മുഹമ്മദ് മുസ്തഫ. ഇത് ലോകത്തെ ഏറ്റവും പറഞ്ഞ ആളും ആര്? മുഹമ്മദ് മുസ്തഫ. ഇതിന് ഖുർആൻ സാക്ഷ്യവുമാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യന് അഹ്മദ് എന്ന പേര് വന്നത്. മുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഹംദിന്റെ വാക്ക് ഏറ്റവും കൂടുതൽ ഉച്ചരിച്ച ആൾ മുഹമ്മദ്. അപ്പോൾ ഈ ആൾ ഫസ്വാറ അഹ്മദ, ഈ ആൾ ആരായി? അഹ്മദായി. അപ്പോൾ ഈ ആൾ മുഹമ്മദായി. കാരണം അഹ്മദ് എന്ന സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് ആവും.
ഖദ് റഗബ്ത അൻ അസ്മാഇ ആബാഇക ഖാല അറദ്തു അൻ യഹ്മദഹു മൻ അമലൽ ഖുബ്റാ. നിങ്ങളെ പിതാക്കൾക്കില്ലാത്തൊരു പേര് എന്തിനാണ് ഈ കുഞ്ഞിന് കൊടുത്തത് എന്ന് അബ്ദുൽ മുത്തലിബിനോട് ഭക്ഷണം കഴിച്ച് 7-ാം ദിവസം അഖീഖത്തറുത്ത് ആ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കവേ നാട്ടുകാർ ചോദിച്ചു, മനസ്സിലായില്ലേ എന്ത്? ഖദ് റഗബ്ത അൻ അസ്മാഇ ആബാഇക, താങ്കളുടെ പിതാക്കന്മാർക്കില്ലാത്തൊരു പേര് എന്തിനീ കുഞ്ഞിന് കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ ഒരു ഇൽഹാമിയായ മറുപടിയാണ് അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്. ഒരു സമൂഹത്തിന്റെ ധാർമ്മിക നന്മയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളായിരുന്നു ആര്? അബ്ദുൽ മുത്തലിബ്. അപ്പൊ അയാൾക്ക് മുൽഹാമായിരിക്കും, ഇൽഹാമുണ്ടാവും. ഒരു സമൂഹത്തിന്റെ ധർമ്മനിഷ്ഠയുള്ള നേതാവാണ് അബ്ദുൽ മുത്തലിബ്. ഇന്ന് നമ്മൾ കുടിക്കുന്ന സംസം, ഇന്ന് നിങ്ങൾ സംസം കുടിച്ചിട്ടുണ്ടെങ്കിൽ കാരണക്കാരൻ അബ്ദുൽ മുത്തലിബാണ്. അദ്ദേഹമാണ് സംസം മൂടിപ്പോ മക്കയിൽ നടന്ന അധർമ്മം കാരണം ഒറ്റയും മൂടിയും പോയ പരിശുദ്ധമായ മാഉ സംസമിനെ തിരിച്ചു കൊണ്ടുവന്ന ആൾ ആരാണ്? അബ്ദുൽ മുത്തലിബാണ്. അപ്പോൾ അത്ര മനസ്സിലാക്കിയാൽ മതി. ഇന്ന് നിങ്ങൾ സംസം കുടിക്കുന്നുണ്ടെങ്കിൽ കാരണക്കാരൻ അബ്ദുൽ മുത്തലിബാണ്. അവരെയൊന്നും ആക്ഷേപിക്കരുത്. ആക്ഷേപിച്ചാൽ നിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും. മനസ്സിലായില്ലേ പറഞ്ഞത്? അത്രയും വലിയ ആൾ അബ്ദുൽ മുത്തലിബ്. അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞത് എന്താ പറഞ്ഞത്? ഒരു മുൽഹമായ ഒരു ഇൽഹാമിന്റെ മറുപടിയാ പറഞ്ഞത്. അറദ്തു അൻ യഹ്മദഹു മൻ അലാൽ, ഈ ഭൗമമണ്ഡലത്തിന് മുകളിലുള്ളവരെല്ലാം ഈ കുഞ്ഞിനെ സ്തുതിക്കണമെന്നാണ് എൻ്റെ ഉദ്ദേശ്യം. അതിന് അള്ളാഹു കൊടുത്ത ഇൽഹാമാണത്. അപ്പോൾ ഈ മനുഷ്യൻ ആരായി? മുഹമ്മദായി. നേരത്തെ ഇയാൾ ആരാണ്? അഹമ്മദാണ്. അഹമ്മദ് കൊണ്ട് മുഹമ്മദായി. അവരുടെ ഇടയിൽ ഒരു പദാണ് നടന്നത്. അഹമ്മദിന്റെ കാരണം അഹമ്മദ് കൊണ്ട് മുഹമ്മദായി. മുഹമ്മദിന്റെ കാരണം അഹമ്മദിയത്താണ്. അഹമ്മദിന്റെ പദം അൽഹംദു ആണ്. അൽഹംദു ആദ്യമായി പറഞ്ഞാളും അധികം പറഞ്ഞാളും ആരാണ്? ولا تستطيع خلق ولا يستطيع خلق أن يتلفظ بهذه الكلمة مثل ما تلفظ بها محمد. മുഹമ്മദ് എന്ന ആൾ ഇത് ഉച്ചരിച്ചതുപോലെ വേറൊരാൾക്ക് ചരിത്രത്തിൽ ഈ വാക്ക് ഉച്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ മനുഷ്യൻ അഹമ്മദായി. അപ്പൊ ഈ നിനക്ക് ഇവിടെ ചെയ്യാൻ കഴിയാ അൽഹംദുലില്ലാഹ്, നീ പറയുന്നതിന് പരിധിയുണ്ട്. മനസ്സിലാവണ്ട പറഞ്ഞത്? അപ്പൊ നീ അവിടെ ഇത്തിബാഉ ദിക്ർ എന്താ? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. ഈ ആയത്തിലെ ഒന്നാമത്തെ അതിന്റെ ഫേസ്, അതിന്റെ ആമുഖത്തിൽ നിന്റെ ഇത്തിബാഉ ദിക്ർ എന്താണ്? ഇത്തിബാഉ മുഹമ്മദാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് നീ കാണുന്നത് ആരെയാണ്? മുഹമ്മദ് മുസ്തഫാനെയാണ്. ആ ആളെ ഫി അഖ്വാലിഹി വഅഫ്ആലിഹി വതഖരീറാത്തിഹി, അത് തന്നെ. മനസ്സിലാവണ്ടേ പറഞ്ഞു? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. വളരെ ചിന്തിക്കണം. ആ ആളെ പിൻപറ്റന്നെ വേണം. അപ്പൊ അത് പൂർണ്ണമായി പിൻപറ്റണം. അത് പൂർണ്ണമായി പിൻപറ്റാൻ നമ്മൾക്കൊരാൾക്ക് കഴിയൂല. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? കഴിയുന്നത്ര പിൻപറ്റണം. ആ ആൾ വാജിബാക്കി കണ്ട കാര്യങ്ങളെ വാജിബായി തന്നെ കാണണം. ആ ആൾ സുന്നത്തായി കണ്ട കാര്യങ്ങളെ സുന്നത്തായി, ആൾ പറഞ്ഞ താക്കീതുകളെ താക്കീതുകളായി മനസ്സിലാക്കണം. ആ ആൾ താക്കീത് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്, പലതും പലതും പലതും. മനസ്സിലാവണ്ട് പറഞ്ഞത്? ആ ആൾ താക്കീത് പറഞ്ഞ കാര്യങ്ങൾ താക്കീതാണ്. അത് നീ എന്ത് ലാഭം കിട്ടിയാലും ഒഴിവാക്കണം. സത്യത്തിൽ താക്കീതായി പറഞ്ഞ കാര്യങ്ങൾ, താക്കീതിൽ പറഞ്ഞ വിഷയങ്ങൾ ഇല്ലാത്ത കാലത്ത് ജനങ്ങൾക്ക് ഗൗരവമായിരുന്നു. പക്ഷെ അത് കണ്ണിന്റെ മുന്നിൽ ഇറങ്ങിയപ്പോൾ ജനങ്ങൾക്ക് നിസ്സാരമായി.